ഉച്ചകൊണ്ടിരുന്നേന്ന് കുത്തിരി ചോറാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എന്നെ സപ്ലൈകോയിൽ നിന്ന് മേടിച്ചാണ് കുത്തിരി 33 രൂപ. പിന്നെ പരിപ്പ് ചൊരക്കയുണ്ട്. പരിപ്പ് മാത്രം ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു. അപ്പം ഞാൻ കടയിൽ പോയപ്പോൾ ചൊരക്ക കണ്ട്. ഇത് നമ്മൾ വെക്കണത് കൂടുതൽ പാടൊന്നുമില്ല. മഞ്ഞപ്പൊടി പച്ചമുളകൊക്കെ കൂടെ വേവിച്ച് ഇത് എല്ലാം കൂടെ വേവിച്ചിട്ട് ജീരകവും കടുക് വറുത്തൊക്കെ എടുത്താൽ മതി. ജീരകവും കടുവും കൂടെ, അല്ല തേങ്ങ അരച്ചിട്ടില്ല. പിന്നെ കുറേ നാളായിട്ട് മത്തിയൊക്കെയാണ് മേടിക്കുന്നത്. അത് കാരണം എന്തേ പാക്കുറിച്ചിൽ തേങ്ങ അരച്ചിട്ട് വെച്ച്. എനിക്ക് പിന്നെ ചൊരക്ക ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഈ ചൊരക്ക. അപ്പോൾ നല്ല ചൂട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് ഇങ്ങനെ വെക്കണ. തേങ്ങ അരയ്ക്കുക. നമ്മളാണെങ്കിൽ എല്ലാം തേങ്ങ അരച്ചല്ല വെക്കണേ. എല്ലാത്തിനും തേങ്ങ അരയ്ക്കേണ്ട കാര്യമില്ല. പരിപ്പ് വേവിച്ച് ചൊരക്ക വേറെ വേവിച്ചു. കാരണം ചൊരക്കയ്ക്ക് വേറെ വേവ് കുറവല്ലേ. പച്ചമുളക് കൂടെ ഇട്ട് വേവിച്ച്. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് മല്ലിയില ഇടാമെങ്കിൽ നോർത്ത് ഇന്ത്യൻ്റെ പിന്നെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. പരിപ്പിന് ഗ്യാസ് വരാതിരിക്കാൻ വെളുത്തുള്ളി ഇട്ട് നല്ല പച്ച മീനായിരുന്നത്. അതുകാരണം നല്ല ഇന്ന് മാങ്ങ ഇട്ടില്ല, ഇന്ന് കുടംപുളി ഇട്ടാണ് വെച്ചത്. അപ്പം പിന്നെ എല്ലാവർക്കും ഒക്കെ സുഖമല്ലേ. TV തുറന്ന എപ്പോഴും രാഷ്ട്രീയക്കാർ ഭയങ്കര ഇടിയും ബഹളം ഉള്ളതാണ്. അത് കാരണം ഞാൻ ഒച്ച കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.